ഭാഗമായി ഒരു തിരക്കഥ എഴുതുന്നതിനായി പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അനന്തതയെ അറിഞ്ഞവൻ എന്നറിയപ്പെടുന്ന മഹാനായ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവവും ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു ക്ലാസ് റൂം സംഭവവും കോർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തിരക്കഥ വികസിപ്പിച്ചിരിക്കുന്നത്. എന്താണ് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ? എന്താണ് അത് ചർച്ചാ വിഷയം? ഒന്നുമില്ല ടീച്ചർ, ഞങ്ങൾ വെറുതെ എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? നിങ്ങൾ അവളോട് കൂട്ടുകൂടാതില്ലേ? അയ്യോ ടീച്ചർ, അവളാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവള് വന്നില്ല. അവള് രാവിലെ മുതൽ അവരോട് എല്ലാ കാര്യവും നിങ്ങൾ തിരക്കിയില്ലേ? തിരക്കി ടീച്ചർ, അവളൊന്നും പറയുന്നില്ല. എന്ത് പറ്റി? എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ടീച്ചർ എന്താ ഉണ്ടാക്കാ? ഞാൻ പറയുന്ന ഉത്തരവെല്ലാം തെറ്റാണെന്ന് കൂട്ടുകാർ പറയുന്നത് ടീച്ചർ. ഞാനൊരു വണ്ടിയാണ് ടീച്ചർ. ഒരിക്കലുമില്ല. മോൾക്കറിയാമോ, നമ്മുടെ സമൂഹം അങ്ങനെയല്ല. ആരും നമ്മൾ പറയുന്നത് അംഗീകരിക്കത്തില്ല, പിന്നീട് അംഗീകരിക്കുള്ളൂ. പിന്നെ കൂട്ടുകാരാൽ കളിയാക്കപ്പെട്ട് പിന്നീട് ലോകപ്രശസ്തനായ ഒരു മഹാന്റെ കഥയുണ്ട്. കേൾക്കണം നോക്കൂ. കേൾക്കണം ടീച്ചർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരുന്നേ, നമുക്ക് പഠിക്കാം. നമ്മുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഞാനൊരു 30 പഴം കൊണ്ടുവന്നാലേ ഓരോരുത്തർക്ക് എത്ര പഴം വെച്ചിരിക്കുമായിരിക്കും? ഓരോരുത്തർക്കും ഓരോന്ന് വെച്ച് കിട്ടും. എന്ത് പറ്റിയാണ് സംശയം? ആർക്കും ഒന്ന് കൊടുക്കാതിരുന്നാലും എല്ലാവർക്കും ഓരോ വെച്ച് കിട്ടില്ലേ? ആർക്കും കൊടുക്കാതെ എങ്ങനെ പഠിപ്പിച്ചേ? അങ്ങനെ രാമനെ കളിയാക്കിയൊന്നും വേണ്ട രാമൻ. നമ്മുടെ രാമൻ എന്താ ഉദ്ദേശിച്ചത് അറിയാവോ? നമ്മൾ 30-ന് 30 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1 കിട്ടും. അതുപോലെ തന്നെ 0-ന് 0 കൊണ്ട് ഹരിച്ചാലും കിട്ടില്ലേ എന്നാ നമ്മുടെ രാമൻ ഉദ്ദേശിച്ചേ. അദ്ദേഹമാണ് അനന്തതയെ അറിഞ്ഞവൻ എന്നറിയപ്പെടുന്ന മഹാനായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ. മോൾക്കറിയില്ലേ? അറിയാം ടീച്ചർ. അദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ ഡിസംബർ 22 ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? അതെ, അദ്ദേഹമാണ് 0-ന് ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ അനന്തത ലഭിക്കുമെന്ന് കണ്ടെത്തിയത്. ശരി ടീച്ചർ. അതിരിക്കട്ടെ, ഈ കഥയിൽ നിന്ന് എനിക്കെന്ത് മനസ്സിലായി? നമ്മുടെ അറിവുകൾ ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലാക്കേണ്ട